പോർക്ക് കൂന്തൽ കൊള്ളി കടല മീൻകറി ചില്ലിമുറി ജിലേബി കടപ്പുറം അതിൽ പ്യാട്ടത്തിന് മീൻ കൊണ്ട് വലിഞ്ഞി രണ്ട് മൊയില് കല്ലുമ്മക്കായ കക്കർച്ചി എല്ലാം കിട്ടാവുന്നതെല്ലാം വയ്ക്കാൻ പോയി. പൊട്ടിക്കാണ് ഞാൻ എല്ലാം പൊട്ടിച്ചു കൊടുക്കണം. നമസ്കാരം, ഇൻസ്റ്റിറ്റ്യൂട്ടയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണിമംഗലം കണ്ടില്ലേ, നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റുണ്ട്. അത് കാരണം നമ്മൾ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട്. നമ്മൾ കണിമംഗലം ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ ഒരു 3 മണി ടൈമിലാണ് ചെയ്തത്, ഇന്നും ഒരു 3 മണി ടൈമിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ചൂട് മാറിയിട്ടുള്ള ഒരു ആംബിയൻസ് ആസ്വദിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അത് അത്യാവശ്യം കുറച്ച് ദിവസം, ഇപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് ഒന്നും നമുക്ക് അങ്ങനെ വീട്ടിലിരുന്നിട്ട് തന്നെയാണ്, വലിയ ആഘോഷമൊന്നും ഇല്ലാതെ സെലിബ്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല ഫുഡ്, അതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ടലിലേക്കല്ല പോകുന്നത്, നമ്മൾ നല്ലൊരു ഷാപ്പിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഷാപ്പിൽ പോയിട്ട് നമ്മൾ കള്ളുടിച്ച് പാമ്പാവാന്നുള്ള ഉദ്ദേശത്തിലല്ല പോകുന്നത്. നല്ല ഫുഡ് കഴിച്ച് ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ഭാഗത്തുള്ള ഷാപ്പാണ്. ഒരു ഒട്ടുമിക്ക തൃശ്ശൂർക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ല കാറ്റ്, ഒന്നും കേൾക്കാണ്ടാവില്ല ചിലപ്പോൾ ഞങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ട്രിപ്പിന് ശ്യാമും കീർത്തനയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ്. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കുണ്ടോളിക്കടവ് എന്നാണ് നമ്മുടെ കള്ള് ഷാപ്പിൻ്റെ പേര്. ഇതാ കുണ്ടോളിക്കടവ്, ആലപ്പാട് കുണ്ടോളിക്കടവ്. അതെ, നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കിട്ടില്ല സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില സ്മെല്ലാണ്. ഇതിന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുണ്ടോളിക്കടവ് ഷാപ്പിന് ഇടയ്ക്ക് എൻട്രി. ചുറ്റും നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചു കൊച്ചു ഹട്ടായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. നമ്മൾ കുണ്ടോളിക്കടവ് അല്ലേ, ഇവിടെ ഷാപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓരോ ഹട്ടായിട്ടാണ്, കുഞ്ഞു കുഞ്ഞു ഹട്ടായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഓരോന്നിനും ഹട്ടിന് പേരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറിയ ഹട്ടിൻ്റെ പേരെന്താ നോക്കട്ടെ. ഹട്ടിൻ്റെ പേര് മേനക. പിന്നെ അടുത്ത ഹട്ടിൻ്റെ പേര് എന്താ, രംഭ. അടുത്ത ഹട്ടിൻ്റെ പേര് തിലോത്തമ്മ. കുഴപ്പമില്ല. ഇനി നമുക്ക് ഹട്ടിലോട്ട് പോവാം. നല്ല കാര്യമായിട്ട് എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മെനു കാണിച്ചു തന്നിട്ടാ. അത് ഞാൻ കണ്ടതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ബീഫ്, പോർക്ക്, ചില്ലി പൊറോട്ടയെന്ന് തോന്നുന്നു, ചില്ലി ചിക്കൻ, പിന്നെ അതുപോലെ മാന്തൽ, പിലോപ്പി, കാട ഫ്രൈ. ചേട്ടൻ പിടിക്കാന്ന്. അങ്ങനെ കുറെ കൊള്ളി, കല്ലുമക്ക. ഭയങ്കര സന്തോഷത്തിലാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം ചെത്തുകളിൽ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത്. കള്ളുടിക്കാനല്ലോ ശരിയാണ്, പക്ഷെ ചെത്തുകളിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വെറുതെ വിടുന്നു. സൂപ്പർ വ്യൂ ആണ്. എന്തെല്ലാം ഐറ്റംസ് സ്പെഷ്യല്? കല്ലുമ്മക്കായ, ഓ കക്ക, പിന്നെ കല്ലുമ്മക്കായ, പിന്നെ നിങ്ങൾക്ക് വെജ് മാത്രം നിങ്ങൾ കഴിക്കുള്ളൂ. സോറി, സാറില്ല. കക്കയൊക്കെ നല്ല കക്കയൊക്കെ നോക്കി തന്നാൽ മതി. ചേട്ടൻ്റെ പേരെന്താ? ജിഷ്ണു. എവിടെ വീട്? കോടന്നൂര്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ? ഇതെന്താ? എന്തിൻ്റെ? ബീഫ്. ഓ, പിന്നെ കൊള്ളി, ബീഫ്, മീനിന്റെ മുട്ട പലിഞ്ഞി, കല്ലുമ്മക്കായ,
തലക്കറി, ഏട്ടത്തല കായ, നാടൻ താറാവ്, പോർക്ക് റോസ്റ്റ്, കക്ക, കാടമുട്ട റോസ്റ്റ്, പിന്നെ ചില്ലി ഐറ്റംസ് ഉണ്ട്. മാന്തളം ഫ്രൈ, ചില്ലി ബീഫ്, കാട ഫ്രൈ, ചില്ലി ചിക്കൻ, ചില്ലി പോർക്ക്, ഇതെല്ലാം നമ്മൾ പപ്പ കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞില്ലേ? വെജ് ഐറ്റംസ് ഉണ്ടല്ലോ. വെജ് ഐറ്റംസ് ഉണ്ടോ? വെജ് ഉണ്ടാവും, കപ്പ ഉണ്ടാവും, കൊള്ളി ഉണ്ടാവും, ഊണൊക്കെ ഉണ്ടാവും, ഊണുണ്ടാവും, പൊറോട്ട ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, വെള്ളപ്പം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞു. ഇന്ന് നല്ല തിരക്കായിരുന്നു. സൺഡേ അല്ലേ, ഞായറാഴ്ചയിലെ തിരക്കും പിന്നെ ക്രിസ്മസിനൊക്കെ ആയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടാം വെച്ചാണ്, രണ്ടാമത് വെച്ച് കഴിഞ്ഞു. 8 മണി തൊട്ട് പോർക്ക്, കൂന്തൽ, കൊള്ളി, കടല, മീൻകറി, ചില്ലിമുറി, ജിലേബി, കാടപ്പഴം, മധുരപ്പഴം, ആട്ടുതല, മീൻ മുട്ട, വലിഞ്ഞി, ഞണ്ട്, മൊയില്, കല്ലുമ്മക്കായ, കക്കർച്ചി എല്ലാം കിട്ടാവുന്നതെല്ലാം വയ്ക്കാൻ പോയി. ഇപ്പൊ കുറെ കഴിഞ്ഞു. ഞണ്ട് കഴിഞ്ഞു, തലക്കറി കഴിഞ്ഞു, ആട്ടുതല ഉണ്ടായിരുന്നു, മൊയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞു, കുറെ ഐറ്റംസ് കഴിഞ്ഞു. ബാക്കി ഇനിയിപ്പോ മൂന്നാമതായി ഏകദേശം. ഇതും ഏകദേശം ഞങ്ങള് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഞങ്ങൾ റിവ്യൂ പറഞ്ഞു. ഓക്കെ, കള്ളിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാ ചേട്ടാ ഇവിടുത്തെ? കള്ള്, മുന്തിരി കള്ള്, ഇഞ്ചി കള്ള്, പിന്നെ നാടൻ ചെത്തുകള്ള്. മുന്തിരിയാണ് ഏറ്റവും കൂടുതൽ പോകാറ്. ലോക്ക്ഡൌണിന്റെ മുടക്ക് കാരണം നിർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ആകുമ്പോൾ ജിഞ്ചറിന്റെ ടൈപ്പ് എല്ലാ ശൈലും ഉണ്ടാവും. പിന്നെ മുന്തിരി ആകുമ്പോൾ നല്ല മുന്തിരി പോലെ കുടിക്കാം. നല്ല പിള്ളേരുടെ എല്ലാവരും കുടിച്ചു പോകും. കക്ക കഴിഞ്ഞു. ഞങ്ങൾ കക്ക ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസും. അപ്പം നമുക്ക് ഇനി കഴിക്കാനായിട്ട് ടേബിളിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. വാ, നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ വന്നത് കാടമുട്ട, കപ്പ, പിന്നെ ഇതെന്താ ചില്ലി പോർക്ക്. ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ വരും. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കള്ള് ഒരു കുപ്പി പറഞ്ഞിട്ടുള്ളൂ, ഒരു ചെറിയൊരു സിപ്പ് മാത്രം കഴിക്കാനായിട്ട്. ഇത് മാത്രമല്ലേ കഴിക്കുള്ളൂ? അതെ അതെ അതെ. ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യുന്നു. ചക്ക എങ്ങനെയുണ്ട്? കഴിക്ക്. നീ കള്ള് ഷാപ്പിലെ കറി നൂണ് കഴിച്ചിട്ടുണ്ടോ? കക്ക ഉള്ളട്ടോ ഇത്. ഇത് കാടമുട്ട. ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ വേറൊരു എവിടെയും ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടി കാണാറില്ല. പിന്നെ ഒരു ഗ്ലാസ് കള്ളുണ്ട്. കള്ളും കൊള്ളാം. കള്ളും നല്ലൊരു കള്ളാണ്. അടിപൊളി, കുഴപ്പമില്ല. ഫുഡ് കൊള്ളാം. ഫുഡ് ഒരു രക്ഷയില്ല. നമ്മളല്ല, നമ്മുടെ മുതലാളി ആണ് അതിൻ്റെ ഇത്. നമ്മളിവിടുത്തെ മാനേജിങ് ഇതായിട്ട് ഇപ്പോൾ ഫാമിലികൾ, അപ്പോൾ ഫാമിലികളെല്ലാവരും കൂടി വരാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനു വേണ്ടി ചെയ്തത്. ഇനി നിങ്ങൾ വരണം അതിന് വേണ്ടി. തീർച്ചയായും ഞാൻ നല്ല കള്ളുകളും അപ്പോൾ നല്ല ഫുഡുകളും കൊടുക്കുന്നത്. അതുപോലെ സർവ്വം കുഴപ്പമില്ല. ഓക്കെ. വെറൈറ്റി ആയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താ കൊണ്ടുവരാറ്? വെറൈറ്റി വെച്ചാൽ എല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ പന്നി, കാട, താറാവ്, പോർക്ക്, പിന്നെ നമ്മളതിനെങ്കിൽ കിട്ടുന്നതെല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് കേസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതന്നെ സംഭവം. എല്ലാം ഉണ്ട്. പിന്നെ ലൈവായിട്ട് ഫിഷ് ഐറ്റംസ്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഇനി വരും. ശരി കേട്ടോ. അപ്പോൾ ജിഷ്ണുജി, ഇപ്പൊ ഞങ്ങളുടെ ചാനൽ ഇൻജുറിയുടെ ചാനലിലൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാസ്ക് കമ്പൽസറി ആയി കാരണം സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരെ ഇരുന്ന് കഴിച്ചു പോയി. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങേണ്ട സമയമാവുകയും ചെയ്തു.
അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. എടാ എടാ താങ്ക്സ് അപ്പോൾ ബൈ. നല്ല രീതിയിൽ ഞങ്ങൾ അതിൽ ഇതൊക്കെ ഉണ്ടോ ആ സ്ലോപ്പ് ഇറങ്ങി വരുമായിരുന്നു. അവിടെ ചടക്കപ്പടക്കായിരുന്നു, ചക്ക വെട്ടിയിട്ട് അവിടെ ഞാൻ വീണു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് വന്നിട്ട് ഇറങ്ങാം. ഞാൻ വീഴില്ലേ? ഇവിടെയൊക്കെ സൈഡിൽ നട്ടുണ്ട് ചേട്ടാ. ആദ്യം കുത്തി പോയി മോനെ പുല്ലിന് മരുന്നടിക്കുമ്പോ ഈ സൈഡിലത്തൊക്കെ കരിഞ്ഞു പോയി. രണ്ടാമത് കുത്തിയത് അത്. ഓ ആ ഈ 3 ഇത് കണ്ട. ഓ വിത്ത് അതെ മുളച്ചില്ല. അത് പുല്ല് ഇറങ്ങി. ഇതെന്താ നട്ടേക്കുന്നത്? ഇത് പയറല്ലേ? അപ്പൊ അത് പൊന്തി കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? പൊന്തി കഴിഞ്ഞാൽ നമ്മള് ഓരോ ഇത് വടി കൊടുത്തിട്ട് അതിലേക്ക് പടർത്തിട്ട് കയറ് കെട്ടിട്ട് ഇതാക്കും. ഓക്കെ, അങ്ങനെ. അപ്പൊ സന്തോഷം ചേട്ടാ കണ്ടേല്. ആ ശരി. അവിടെ പോയി എന്തുള്ള അവിടെ പോയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇതാക്കിയിട്ട് ഞാൻ അതെ. ഓ അവിടെ നിന്ന് പയറിന്റെ ഇത് അവിടെ നിന്ന് മേടിക്കുള്ള ഈ പയറൊക്കെ. ഇവിടുത്തെ പയറൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ആര് തന്നാലും വാങ്ങിക്കില്ല. അവിടെ ഓണത്തെ പോയിട്ട് കൃഷി ഞാൻ മേടിക്കും. അവിടെ 6 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. കൃഷി ഈ പാടത്തിന്റെ ഇതും പിന്നെ അസോള മറ്റേ ഇതൊക്കെ. വെള്ളപ്പൊക്കം അലമ്പാക്കാറുണ്ട് അവിടെ? വെള്ളപ്പൊക്കം 2 പ്രാവശ്യം പ്രശ്നമായില്ലേ? 2019 പ്രശ്നമായി. വീട് ഊരം. ശരി ചേട്ടാ, കാണാം. കണ്ടില്ലേ, ഇത് കള്ളുടിക്കുക എന്നുള്ളൊരു ആംബിയൻസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഷാപ്പിന്റെ പേരെന്തായിരുന്നടാ? കുണ്ടോളിക്കടവ്. ഷാപ്പിന്റെ തൊട്ട് ഇപ്പുറത്തുള്ളൊരു സ്ഥലമാണിത്. മനസ്സിലായത്? എന്താ രസം. നമ്മുടെ നാട്ടും പുറത്തും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഷാപ്പ് ചിലപ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കുണ്ടോളിക്കടവ് ഷാപ്പിൽ വന്നിട്ട് അവിടുത്തെ വെറൈറ്റി കറികൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ നടക്കുന്നത് ഇതന്നെയും കീർത്തനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ആ എടുത്ത് ചാടി നോക്കിയടി എത്ര ഹൈറ്റ് ഉണ്ട് നോക്കാം നമുക്ക്. വേണ്ട 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 വേണ്ട. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇവിടെ എന്താ ചേട്ടാ? ഇവിടെ എന്താ? ഓ ഫാസ്റ്റ് ഫുഡൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് ചെയ്ത് കൊടുക്കുന്നത്. തുടങ്ങിയിട്ടില്ല. ഈ ക്രിസ്മസിൽ നല്ല തുടങ്ങുന്ന എടി ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആൾക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ആൾക്ക് ഗുണമുണ്ടാവും. അധ്യാപിക്കുന്ന അവിടെ ആൾക്ക് പൊട്ടിച്ചു കൊടുക്കണേ. ആൾക്ക് പൊട്ടിച്ചു കൊടുക്കാനാണോ? വേണ്ട, പിന്നെ പൊന്നു പൊട്ടിച്ചു കൊണ്ടുവരാം. ഞാൻ പൊട്ടിച്ചേരണ? ഏയ് വേണ്ട വേണ്ട വേണ്ട. വെറുതെ എന്തിനാണ് ചേട്ടൻ കഷ്ടപ്പെട്ട്? പൊട്ടിക്കാണ് ഞാൻ എല്ലാം പൊട്ടിച്ചു കൊടുക്കണം. അല്ല, ഞാൻ ഇവിടുന്ന് ആയിട്ടുള്ളതുണ്ട്, അത് കുറച്ച് പൊട്ടിച്ചേരാ. എടുത്തോ. ഞാൻ അപ്പുറത്ത് ഉണ്ട് ഇത് പയറിട്ടുണ്ട്. അതിൽ നിന്ന് കാലത്ത് രാവിലെ പോയി പൊട്ടിച്ചു കൊണ്ടുവന്ന് കറി വെച്ചു. ഇതിന് ഞാൻ ഇംഗ്ലീഷ് വളമില്ല, ഞാൻ ചാണാപ്പൊടി ഇതൊക്കെ കൊണ്ടിട്ടുള്ള. അല്ലാണ്ട് ഇംഗ്ലീഷ് വളം ഞാൻ തുടിക്കില്ല ഈ പയറിന്. തന്നെയാ. അപ്പൊ നമ്മള് കുണ്ടോളിക്കടവല്ലേ ഷാപ്പ്? കുണ്ടോളിക്കടവ് ഷാപ്പിലൊക്കെ വന്നിട്ട് നല്ല കറികൾ കൂട്ടിയിട്ട് നല്ല ഭക്ഷണം കഴിച്ചു, കുറച്ച് കള്ളും കഴിച്ചു. അതെ. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് വന്ന് കഴിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ്. ഫാമിലി എന്റർടൈൻമെന്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. കൊച്ചുങ്ങളെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണാമെന്ന് വെച്ചാൽ ഇതുപോലെ വയലാണ്, ഫുൾ വയലാണ്, കാണാൻ മാത്രമുള്ളതുണ്ട്. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ
കൂടുതൽ ഈ ഒരു വ്ളോഗ് നമ്മൾ കൂടുതൽ പറഞ്ഞത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മൾ വേഗം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ചെറിയൊരു വ്ളോഗാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.